ഗുഡ് ഈവനിങ്. മാറ്റിനി ഫ്രീ വെബിനാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ വ്യത്യസ്തമായ പുതുമുഖങ്ങളാണ് ഇന്ന് അവതരണത്തിന് വേണ്ടി എത്തിയിരിക്കുന്നത്. തീർച്ചയായിട്ടും ഒരു സ്പെഷ്യൽ സെൽഫ് ഹീലിംഗ് പ്രോസസ് തീർച്ചയായിട്ടും നമുക്ക് പ്രതീക്ഷിക്കാം. സ്വാസ്തിക് കപ്പിൾ എന്ന് പറയുന്ന രണ്ട് സുഹൃത്തുക്കളല്ല, അവര് കപ്പിൾസ് ആണ്. വിഷ്ണു ആൻഡ് സജിത ആലപ്പുഴ സ്വദേശികളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ് ഇവർ നമുക്ക് വേണ്ടി തരാൻ പോകുന്നതെന്നും എന്താണ് ഇവർ ചെയ്യുന്ന പ്രോസസ്സുകൾ എന്തൊക്കെയാണ്, എങ്ങനെയാണ് ഒരു സെൽഫ് ഹീലിംഗ് പ്രോസസ്സിലേക്ക് അവർ നമ്മളെ കൊണ്ടുപോകുന്നതെന്നെല്ലാം അവരിൽ നിന്ന് തന്നെ നമുക്ക് കേൾക്കാം. സോ നിങ്ങൾ എല്ലാവരെയും പ്രോഗ്രാമിലേക്ക് ക്ഷണിക്കുന്നു. അതോടൊപ്പം പ്രിയപ്പെട്ട വിഷ്ണുവിനെയും സജിതയെയും, ബോത്ത് ഓഫ് യു ആർ വെൽക്കം. Yes, thank you sir, thank you for this wonderful opportunity. അതുകൊണ്ട് നമ്മുടെ വീഡിയോയും ഓഡിയോയും എല്ലാം ക്ലിയർ ആണല്ലോ അല്ലെ? എല്ലാവർക്കും കേൾക്കാൻ പറ്റുന്നുണ്ട്, ക്ലിയർ ആണ് എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ആദ്യമായിട്ട് വന്നെത്തിയിരിക്കുന്ന ഓരോരുത്തരോടുള്ള അകഴിഞ്ഞ നന്ദിയും സ്നേഹവും പറഞ്ഞുകൊണ്ട് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു എല്ലാവരെയും പ്രോഗ്രാമിലേക്ക്. സിൻസിയർ ഗ്രാറ്റിറ്റ്യൂഡ്. അതുപോലെ തന്നെ സാബു സാറിനും പ്രത്യേകം നന്ദി, ഞങ്ങളെ ഇതുപോലൊരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട് ക്ഷണിച്ചതിന്. അപ്പൊ ഇവിടെ ഇന്ന് എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, സെൽഫ് ഹീലിംഗ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സാണ്. അപ്പൊ ആ പ്രോസസ്സിലേക്ക് നമുക്ക് കടക്കുന്നതിന് മുന്നേ ഞങ്ങൾ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എന്റെ പേര് വിഷ്ണു ചക്രപാണി എന്നാണ്. ആൻഡ് ദിസ് ഈസ് മൈ വൈഫ് സജിത വിഷ്ണു. ഞങ്ങൾ രണ്ടുപേരും കൂടി സ്വസ്തി ലൈഫ് ട്രാൻസ്ഫോർമേഷൻ ഹബ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമിലാണ് ഞങ്ങൾ വർക്ക് ചെയ്യുന്നത്. അപ്പൊ എന്താണ് ഒരു മിഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇംപ്രൂവ് പീപ്പിൾസ് ലൈഫ് ബൈ എംപവറിംഗ് ദെയർ മൈൻഡ്. അതായത് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ, ഇംപ്രൂവ്മെന്റ്, മെച്ചപ്പെടലുകൾ സാധ്യമാകണമെന്നുണ്ടെങ്കിൽ ആ മെച്ചപ്പെടലുകൾ സാധ്യമാകേണ്ടത് അവരുടെ മനസ്സിൽ നിന്നാണ് അല്ലെ? ബിക്കോസ് മൈൻഡ് ഈസ് എവറിത്തിങ്. ഏതും നമ്മുടെ മനസ്സിൽ നിന്നാണ് സൃഷ്ടിക്കപ്പെടുക എന്ന് പറയാം. നമ്മുടെ ഹെൽത്ത് ആയിക്കോട്ടെ, നമ്മുടെ റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, നമ്മുടെ കരിയർ ആയിക്കോട്ടെ, നമ്മുടെ മണി ആയിക്കോട്ടെ, ഏതിലും മണിക്കുള്ള പ്രാധാന്യം മൈൻഡിലുള്ള പ്രാധാന്യം വളരെയധികം വലുതാണ്. അപ്പോ ഞങ്ങൾ വർക്ക് ചെയ്യുന്ന ആ ഒരു ഏരിയയിലാണ് മനസ്സുമായിട്ട് ബന്ധപ്പെടുത്തി നമ്മുടെ മനസ്സിനെ എംപവർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും അതിനെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള ഹീലിംഗ് പ്രോഗ്രാമുകളാണ് ഞങ്ങൾ ചെയ്യുന്നത്. അപ്പൊ ഇന്ന് നിങ്ങൾക്ക് ഏവർക്കുമായിട്ട് ഒരു സെൽഫ് ഹീലിംഗ് പ്രോഗ്രാമാണ്, ഞങ്ങളൊരു പ്രോസസ്സാണ് ചെയ്യുന്നത്. അപ്പൊ എന്താണ് സെൽഫ് ഹീലിംഗ് എന്ന് കുറെ പേർക്ക് അറിയാമായിരിക്കും. പക്ഷെ നമ്മുടെ ലൈഫിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പേഴ്സൺ, ഏറ്റവും പ്രധാനമായിട്ടുള്ള പേഴ്സൺ, നമ്മൾ ഏറ്റവും അധികം വാല്യൂ ചെയ്യേണ്ട, ഏറ്റവും അധികം റെസ്പെക്ട് ചെയ്യേണ്ട, ഏറ്റവും അധികം കെയർ ചെയ്യേണ്ട ഒരു വ്യക്തിയുണ്ട് അല്ലേ? പലപ്പോഴും നമ്മളിങ്ങനെ മാറ്റി വെക്കുന്നത്, പലതും നമ്മളിങ്ങനെ സഫർ ചെയ്യുന്നതും ആ ആൾക്ക് വേണ്ടിയിട്ടാണ്. നമ്മുടെ എല്ലാ പ്രശ്നത്തിനുള്ള കാരണവും എല്ലാ സക്സസിനുള്ള കാരണവും ആ മനുഷ്യനാണ് അല്ലെ? ആരാണ് ആ വ്യക്തി എന്നാണ് നിങ്ങൾ ആലോചിക്കുന്നുണ്ടെങ്കിൽ ആ ക്യാമറ ഒന്ന് ഓൺ ചെയ്തിട്ട് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, നിങ്ങളുടെ പേര് എഴുതിയതിന്റെ തൊട്ട് മുന്നിൽ ചിരിച്ചുകൊണ്ട് ഒരു മുഖമായിട്ടിരിക്കുന്ന ഒരു വ്യക്തിയുണ്ട്. അത് മറ്റാരുമല്ല, ആരുമെന്നാണ്, നിങ്ങൾ ഓരോരുത്തരും തന്നെയാണ്. നമ്മൾ പറയാം അല്ലല്ല, എന്റെ ജീവിതത്തിലെ മൊത്തം പ്രശ്നത്തിനും കാരണം എന്റെ ഭർത്താവാണ്, ഭാര്യയാണ്, ചുറ്റുമുള്ള മനുഷ്യരാണ്, നാട്ടുകാരാണ്, വീട്ടുകാരാണ്, കൂട്ടുകാരാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ കുറെ കാലമായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷെ തിരിച്ചറിവുള്ള ഒരുപാട് പേരുണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ എങ്കിൽ കൂടി നമ്മളാണ് നമ്മുടെ എല്ലാ പ്രശ്നത്തിനും, യു ആർ ദ ക്രിയേറ്റർ ഓഫ് യുവർ എക്സ്പീരിയൻസ് എന്നാ പറയല്ലേ? നമ്മുടെ എല്ലാ എക്സ്പീരിയൻസിന്റെയും, പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും അതിന്റെ ഒക്കെ ഉത്തരവാദിത്വം ആരാണ്? നമ്മൾ തന്നെയാണ്. അപ്പൊ ആ നമ്മളെ ഒന്ന് ഹീൽ ചെയ്താലോ? കാരണം നമ്മളൊക്കെ എല്ലാ ദിവസവും കുളിക്കുന്നവരാണ് അല്ലെ? പല്ല് തേക്കുന്നവരാണ്, വൃത്തിയായിട്ട് നടക്കുന്നവരാണ്. ഇതൊക്കെ നമ്മുടെ ശരീരത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്നു. പക്ഷേ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട, ഞാൻ തുടക്കത്തിലേ പറഞ്ഞതുപോലെ, നമ്മുടെ ഹെൽത്തിനെയും റിലേഷൻഷിപ്പിനെയും എല്ലാത്തിനും സ്വാധീനിക്കുന്ന ഒരു സംഭവം എന്താ? നമ്മുടെ മൈൻഡ്. ആ മനസ്സിന് വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഒരു ചോദ്യമാണ്. അപ്പോ നമുക്ക് വേണ്ടി നമ്മുടെ ഉള്ളിലുള്ള ഇമോഷൻസിനെ, നെഗറ്റീവ് ഇമോഷൻസിനെ ഹീൽ ചെയ്യാനുള്ള ഒരു വണ്ടർഫുൾ ആയിട്ടുള്ള, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സെൽഫ് ഹീലിംഗ് പ്രോസസ്സാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പൊ എങ്ങനെയാണ് ചെയ്യുന്നത്? കുറച്ചു പേർക്ക് ഒരു ഡൗട്ട് ഉണ്ടാകും, എന്തിനേക്കാണ് ഇങ്ങനെ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്. കാരണം നമ്മളുടെ ഇമോഷൻസ് ആണ് പലപ്പോഴും നമ്മളുടെ എനർജിയെ സ്വാധീനിക്കുന്നത്. കാരണം നമ്മൾ ഒരു ദിവസം ഡൗൺ ആയിട്ട്, വളരെ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട്, ഇറിറ്റേറ്റഡ് ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ നമ്മൾ പറയും ഐ ഫീൽ ലോ, ഐ ഫീൽ ഫ്രസ്ട്രേറ്റഡ്, ഐ ഫീൽ എനിക്കൊന്നും ചെയ്യാനൊരു ഊർജ്ജം ഇല്ലാതെ പറയും. ശരിക്കും നമുക്ക് ഊർജ്ജം ഇല്ലാതെ വരുന്നത്, നമ്മുടെ എനർജി ലോ ആകുന്നത് നമ്മളുടെ ഇമോഷൻസ് അത്രയധികം ലോ ആയതുകൊണ്ടാണ്. അപ്പൊ ഈ ഇമോഷൻസിനെ ഹീൽ ചെയ്യുന്നതിലൂടെ
ഈ ഇമോഷൻസ് എങ്ങനെ നമ്മുടെ ഉള്ളിൽ കിടക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപക്ഷെ കുട്ടിക്കാലം മുതൽക്ക് ഇല്ലേ നമ്മുടെ എക്സ്പീരിയൻസുകൾ നമ്മൾ ഇങ്ങനെ നമ്മുടെ ഉള്ളിൽ ഹോൾഡ് ചെയ്ത് വെച്ചിട്ട് ഒരുപാട് ഇമോഷണൽ ബ്ലോക്കുകളായിട്ട് നമ്മുടെ ഉള്ളിൽ കിടപ്പുണ്ടായിരിക്കും. ഇപ്പൊ നമ്മൾ അനുഭവിക്കുന്ന പല തരത്തിലുള്ള പ്രോബ്ലത്തിനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമ്മൾ പറഞ്ഞു ഇപ്പോൾ ഞാൻ അനുഭവിക്കുന്ന പ്രശ്നമാണല്ലോ, അത് നമ്മുടെ ചൈൽഡ്ഹുഡ് ആണ്, കുട്ടിക്കാലത്ത് മുതലേ നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന സാധനം. അപ്പൊ സെൽഫ് ഹീലിംഗ് എന്താ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലുള്ള ഇമോഷനുകളെ റിലീസ് ചെയ്യുക എന്ന് പറയുന്ന ഒരു പ്രോസസ്സാണ്. നമ്മുടെ ഉള്ളിലുള്ള ബ്ലോക്കുകളെ ഇല്ലാതാക്കുന്ന ഒരു പ്രോസസ്സാണ്. അതിലൂടെ നമുക്ക് കിട്ടുന്നത് നമ്മുടെ എനർജി ലെവലുകൾ എന്ത് ചെയ്യും, മാറും. ആ എനർജി ഹൈ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഫ്രീക്വൻസി ഹൈ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മളിലേക്ക് പുതിയ അവസരങ്ങളും പുതിയ വ്യക്തികളും നമ്മുടെ ഹെൽത്തും നമ്മുടെ റിലേഷൻഷിപ്പും നമ്മുടെ മണി ഓട്ടോമാറ്റിക്കലി നമ്മൾ പറയും. ചിലർക്കൊക്കെ ഭയങ്കര ഭാഗ്യമാണ്, ഭയങ്കര ലക്കാണെന്ന് പറയും. ശരിക്കും ഗുഡ് ലക്ക് എന്നുള്ളതിന്റെ സയൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് ദെയർ എനർജി, ദെയർ ഫ്രീക്വൻസി. അപ്പോ ഇന്നത്തെ ഈ ഒരു പ്രോസസ്സ് അതിനെല്ലാവരെയും സഹായിക്കും എന്നുള്ളതാണ് ഞങ്ങളുടെ വിശ്വാസം. അപ്പൊ ആ ഒരു സെൽഫ് ഹീലിംഗ് പ്രോസസ്സിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യണം. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യണം, ഇതിനകത്ത് പൂർണ്ണമായിട്ടും പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. വീഡിയോകളൊക്കെ ഓൺ ചെയ്തിട്ട് ഞാൻ ഇന്ന് തുടക്കത്തിലേ പറഞ്ഞതുപോലെ ഇത് നിങ്ങളുടെ ലൈഫിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും വാല്യൂബിൾ ആയിരുന്ന വ്യക്തിക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രോസസ്സാണ് അല്ലെ. അപ്പോ അത് ഫുൾ ആക്റ്റീവായിട്ട് വീഡിയോ ഒക്കെ ഓൺ ചെയ്തിട്ട് എന്ത് ചെയ്യാം, എല്ലാവരും റെസ്പോണ്ട് ചെയ്യുക. എല്ലാവരും റെഡി അല്ലേ? റെഡി ആണെന്നുണ്ടെങ്കിൽ ചാറ്റ് ബോക്സിൽ എന്ത് ചെയ്യുക, ഒരു ടൈപ്പ് ചെയ്യുക, യെസ് ഐ ആം റെഡി ഫോർ ദിസ് വണ്ടർഫുൾ ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ്. ഈ ഒരു എക്സ്പീരിയൻസിന് നിങ്ങൾ എല്ലാവരും റെഡി ആണെന്നുണ്ടെങ്കിൽ ഒന്ന് ടൈപ്പ് ചെയ്ത് വീഡിയോകളൊക്കെ ഓൺ ചെയ്ത് എന്ത് ചെയ്യുക, പാർട്ടിസിപ്പേറ്റ്. അപ്പൊ നിങ്ങൾക്ക് വേണ്ടിയിട്ട് യെസ് താങ്ക് യു സോ മച്ച് ഫോർ യുവർ വണ്ടർഫുൾ റെസ്പോൺസ്. അപ്പൊ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഹീലിംഗ് പ്രോസസ് എടുക്കുന്നത് സജിത ആയിരിക്കും. അപ്പൊ സജിതയെ ഞാൻ എന്ത് ചെയ്യാണ്, നമ്മുടെ ഹീലിംഗിലേക്ക് സ്വാഗതം ചെയ്യാണ്. അപ്പൊ എല്ലാവർക്കും നല്ലൊരു എക്സ്പീരിയൻസ് ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. അതിനോടൊപ്പം തന്നെ സാർ തുടക്കത്തിലേ പറഞ്ഞതുപോലെ ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലും ഇതുപോലെ തന്നെ കുറേയധികം വാല്യുബിൾ ആയിട്ടുള്ള കണ്ടന്റുകൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് തരുന്നുണ്ട്. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യുക, നമ്മുടെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, അതിനകത്തുള്ള കണ്ടന്റുകൾ കാണുക. അതിലൊക്കെ ഒരുപാട് എല്ലാവർക്കും ഗുണകരമാകട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പൊ നമുക്ക് ഒരു 1 മിനിറ്റ് എല്ലാവർക്കും റെഡി ആകുന്നതിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ ഹെഡ്സെറ്റ് ഉപയോഗിക്കാം. ഹീലിംഗ് മ്യൂസിക്കിന്റെ ഹെൽപ്പോട് കൂടിയാണ് ഈ സെഷൻ അറ്റൻഡ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഡിസ്ട്രാക്ഷൻസ് ഒന്നും ഇല്ലാത്ത നിങ്ങളെ വീട്ടിലൊക്കെ പറയുക, ഒരു 30 മിനിറ്റ്സ് എന്നെ ഒന്ന് ശല്യപ്പെടുത്തരുത് എന്നുള്ള രീതിയിൽ നിങ്ങൾ ഡിസ്ട്രാക്ഷൻസ് ഒക്കെ ഒഴിവാക്കാൻ പറ്റും. നിങ്ങളും മാത്രമായിട്ടുള്ള ഒരു മുറിയിലേക്ക് ഞാൻ നിങ്ങളെ എല്ലാവരെയും പോകാനായിട്ട് പറയുകയാണ്. ഇറ്റ്സ് എ കൈൻഡ് റിക്വസ്റ്റ്. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു 1 മിനിറ്റ് നമുക്കൊന്ന് തരാം. ഹെഡ്സെറ്റ് എടുക്കുക, മറ്റ് ഡിസ്ട്രാക്ഷൻസ് എല്ലാം ഒന്ന് മാറി നിൽക്കുക. കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവരോടൊന്ന് പറയുക. അതിനുശേഷം എന്ത് ചെയ്യുക, വീഡിയോ ഓൺ ചെയ്ത് ഇതിനകത്ത് പൂർണ്ണമായിട്ടും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. താങ്ക് യു സോ മച്ച്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു മനോഹരമായിട്ടുള്ള എക്സ്പീരിയൻസ്, ഒരു ഹീലിംഗ് എക്സ്പീരിയൻസ് ഉണ്ടാകട്ടെ. കുറച്ചുകൂടെ ലൈറ്റ് ആയിട്ട് അല്ലേ, നമ്മുടെ ഉള്ളിൽ നിന്നും കുറച്ച് ഇമോഷൻസ് ഒക്കെ ഇങ്ങനെ പോയി നമുക്കൊന്ന് ലൈറ്റർ ഫീലിംഗ് ഉണ്ടാകട്ടെ എന്നുള്ളതാണ് നമ്മളുടെ ഈ ഒരു സെഷന്റെ അല്ലെങ്കിൽ ഈ ഒരു പ്രോസസ്സിന്റെ ഉദ്ദേശം. ഓക്കെ, അപ്പൊ എല്ലാവരും റെഡി ആകുന്നതിന് വേണ്ടിയിട്ട് ഒരു 1 മിനിറ്റ്, ആ 1 മിനിറ്റിനുള്ളിൽ നമുക്ക് തിരിച്ചു വരാം. ഓക്കെ. ഹലോ, സൗണ്ട് ക്ലിയർ ആണല്ലോ അല്ലേ? സൗണ്ട് ഓക്കെ ആണല്ലോ? സാർ യൂട്യൂബിലെ സ്ട്രീമിംഗ് പോകുന്നതാണോ? യൂട്യൂബ് സ്ട്രീമിംഗ് ഉണ്ടോ? അല്ലല്ലോ, ഓക്കെ.
ഓക്കെ, അപ്പോ എല്ലാവരും വീഡിയോ ഓൺ ആണെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഓണകത്ത് കുറേ മുഖങ്ങളുണ്ട് ഇനിയും. സോ നമ്മുടെ ഈ ഹീലിംഗ് എന്ന് പറയുന്നത് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ്, ഒരു എനർജി ട്രാൻസ്ഫോർമേഷൻ ആണ്, ഒരു എനർജി എക്സ്ചേഞ്ച് ആണ്. സോ ഐ വോണ്ട് ടു സീ യുവർ ബ്യൂട്ടിഫുൾ ഫേസസ്. നിങ്ങളുടെ സുന്ദരമായ മുഖം കാണണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. എനിക്കറിയാം ഒരു 7 മണിയൊക്കെ ആയ സമയത്ത് നിങ്ങൾ ഓഫീസിൽ പോയിട്ട് വീട്ടിൽ വന്നിട്ട് ചിലപ്പോൾ കുളിച്ച് തലമുടിയൊക്കെ നനഞ്ഞ് ഷെർലി മാം ഇരിക്കുന്ന പോലെ മുടിയൊക്കെ അയച്ചിട്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനിലാവുമ്പോൾ ഇറ്റ്സ് ഓക്കെ. സംടൈംസ് ഇറ്റ് ഇസ് ഓക്കെ ടു ബി നോട്ട് ഓക്കെ, അല്ലേ? നിങ്ങൾ വെൽ ഡ്രസ്ഡ് ആയിട്ട് ഇപ്പൊ ലിപ്സ്റ്റിക്, ഞാൻ ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ട്, ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് സുന്ദരിയായിട്ട് അങ്ങനെ ഇരിക്കണമെന്നൊന്നുമില്ല. ഓക്കെ, എങ്ങനെയാണോ നിങ്ങൾ ഇരിക്കുന്നത് വീട്ടിലുള്ളത് അതേ അവസ്ഥയിൽ തന്നെ. ബട്ട് ഐ വോണ്ട് ടു സീ യുവർ ഫേസസ്. ഓക്കെ, താങ്ക് യു. അപ്പൊ ഈ ഒരു സെഷൻ വളരെ സ്നേഹത്തോടെ, വളരെ നന്ദിയോടെ സാബു സാറിനോടും എന്റെ ലൈഫിൽ ഇപ്പം ഒരു വൺ ഓഫ് ദി ഇമ്പോർട്ടന്റ് പേഴ്സണാലിറ്റി എന്ന് പറയുന്ന എന്റെ സജിമയുടെ അടുത്തും ജയ്മോൻ സാറിന്റെ അടുത്തും ഒത്തിരി നന്ദി പറഞ്ഞിട്ടാണ് ഞാൻ ഈ സെഷൻ ആരംഭിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഓക്കെ, താങ്ക് യു സോ മച്ച്. ജോർജച്ചനെയും ഓർക്കുന്നു, സിസ്റ്റർ അമ്മയും എല്ലാവരും ഓർത്തിട്ട് നന്ദി പറഞ്ഞുകൊണ്ടാണ് ഈ സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഓക്കെ, ഞാനൊരു ചോദ്യം ചോദിക്കാണ്. പിന്നെ നിങ്ങളുടെ ഒപ്പീനിയനിൽ അബണ്ടൻസ് എന്ന് പറഞ്ഞ എന്താണ്? നിങ്ങൾക്ക് ചാറ്റ് ബോക്സ് യൂസ് ചെയ്യാം. അബണ്ടൻസ് എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ഒത്തിരി കേൾക്കുന്നതാണ്, അബണ്ടൻസ് 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 എന്നല്ലേ. അബണ്ടൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്കും? ഇൻ യുവർ പോയിന്റ് ഓഫ് വ്യൂല് എന്താണ് അബണ്ടൻസ് എന്ന് പറയുന്നത്? റിച്ച് മൈൻഡ് സെറ്റ്. റിച്ച് മൈൻഡ് സെറ്റ് ആവാം. ഓക്കെ, ചടുപുടാലിറ്റിയിൽ ആൻസേഴ്സ് പറഞ്ഞു, ചടുപുടാലിറ്റിയില്. ഓക്കെ, ഗിഫ്റ്റ് ആണ്. ഓക്കെ, abundant life. വെൽത്ത് ആണ്. അബണ്ടന്റ് ലൈഫ്, വെൽത്ത്. ഓക്കെ, Fullness. താങ്ക് യു ഫോർ യുവർ വാല്യുബിൾ കമന്റ്സ്. താങ്ക് യു സോ മച്ച്. ഹാപ്പിനെസ്. ഹാപ്പിനെസ്, യെസ്. നമ്മൾ ഈ പണ്ടിങ്ങനെ നിങ്ങൾ ഈ ടൂല് സെഫ്റ്റി പിൻ കൊണ്ടൊരു കളി കളിച്ചിട്ടുണ്ടോ? അത് നമ്മളിങ്ങനെ എന്തെങ്കിലും സേഫ്റ്റി പിൻ പോലത്തെ ഒരു സാധനം, എന്തെങ്കിലും ചെറിയ സാധനം ഇങ്ങനെ ഇട്ടിട്ട് ചൂട് തണുപ്പ് എന്ന് പറഞ്ഞ് കുറെ പേര് ഇങ്ങനെ കണ്ടുപിടിക്കുന്ന ഒരു സംഭവം. അപ്പൊ ഇപ്പൊ ഹാപ്പിനെസ് പറഞ്ഞ മാഡം നല്ല ചൂടിന്റെ അടുത്താണ്, ബാക്കി എല്ലാവരും ഇവിടേക്ക് തണുപ്പിന്റെ അടുത്ത് ഇരിക്കുന്നത്. യെസ്, ഞാൻ പറയുന്നത്, ഞാൻ എന്റെ മെന്റേഴ്സ് എപ്പോഴും എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്, 1% ഓഫ് ആൾക്കാരാണ് നമ്മൾ ഇങ്ങനെ ഒരു ചട്ടക്കൂടിനകത്ത് ഇരിക്കുന്നത്. ഈ ലോക ജനതയില് ഉള്ളതിൽ 1% ഓഫ് ആൾക്കാരെ ഉള്ള എന്ത്, ഈ തലയ്ക്ക് വെട്ടം വീണ് ഇങ്ങനെ ഇരിക്കുന്നവര്. ബാക്കി കുറെ പേർക്ക് ഇങ്ങനെ വെട്ടമില്ലാത്തൊരവസ്ഥയിൽ അതൊരു അബണ്ടൻസ് ആണ്, അല്ലേ? എങ്ങനെ അബണ്ടൻസ് ഇൻ ദ സെൻസ് നമ്മൾ ലൈഫ് എന്തിനാ ജീവിക്കുന്നത്? ലൈഫ് ഈസ് ടു എക്സ്പീരിയൻസ് ഇമോഷൻസ്, അല്ലെ? നമ്മളൊരു സിനിമ കാണാൻ പോകുന്നു, നമുക്ക് റൊമാൻറ്റിക് ഫിലിം കാണാനുള്ള ഓപ്ഷൻ ഉണ്ട്, ഹൊറർ പേടിക്കണമെങ്കിൽ ഹൊറർ സിനിമ കാണാം നമുക്ക്, അല്ലെ? നമുക്ക് വീട്ടിലെ സന്തോഷമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഫാമിലി ഓറിയന്റഡ് ആയിട്ടുള്ള സിനിമ കാണാം. ലൈഫ് ഈസ് ഓൾ അബൌട്ട് ടു എക്സ്പീരിയൻസ് സം ഇമോഷൻസ്, അല്ലെ? സങ്കടം നമ്മൾ എപ്പോഴും പറയുന്നത് എങ്ങനെ, നമ്മുടെ സെഷൻസിലേക്കൊക്കെ വരുമ്പോൾ ആൾക്കാർ പറയുന്നത് എനിക്ക് ഭയങ്കര ലോ ആണ്, ഞാൻ ഭയങ്കര ടെൻഷനാണ്, സങ്കടമാണ്, വിഷമമാണെന്നൊക്കെയാ പറയുന്നത്. അപ്പൊ അവർക്ക് ആ ഇമോഷൻസ് വേണ്ട, ബട്ട് ദേ വാണ്ട് ടു ക്രിയേറ്റ് അനദർ ടൈപ്പ് ഓഫ് ഇമോഷൻസ്. ഏതൊക്കെയാണത്? ഹാപ്പിനെസ്, അല്ലെ? ചിരിക്കണം, എല്ലാവർക്കും ചിരിക്കാൻ ഇഷ്ടമല്ലേ? നമ്മൾ എപ്പോഴും റീൽസ് ഒക്കെ കണ്ട് കോമഡി വീഡിയോ കണ്ട് ഭയങ്കര ചിരിക്കുമ്പോഴായിരിക്കും വീട്ടിലെ ഭാര്യയോ മക്കളോ എന്തെങ്കിലും മനസ്സ് വയ്ക്കുന്നത്, അപ്പൊ നമ്മുടെ മൂഡ് ചേഞ്ച് ആവും, അല്ലെ? സോ we have the capacity to create the emotions we want. ഒരു തരത്തിൽ അതല്ലേ അബണ്ടൻസ് എന്ന് പറയുന്നത്, ഇൻ മൈ ഒപ്പീനിയൻ. Abundance is to experience happiness, calmness, peace, അല്ലേ? സന്തോഷം, സമാധാനം. നമ്മൾ ആ ഒരു എക്സ്പീരിയൻസ് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വെൽത്തും നമ്മുടെ കരിയറും സംഭവങ്ങളും എല്ലാം സെറ്റ് ആവും. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഫിക്സ് ചെയ്യേണ്ടത്, നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത്, നമ്മളൊരു വീട്ടിൽ ഇങ്ങനെ ഒരു 5 വയസ്സുള്ള ഒരു കൊച്ചുകുട്ടിയുണ്ടെന്ന് വിചാരിക്കാം. 5 വയസ്സ് 4 വയസ്സുള്ള ഒരു കൊച്ചുകുട്ടി ഭയങ്കര ഇറിറ്റബിലിറ്റിയിൽ ഇങ്ങനെ ഓടി നടക്കുന്ന ഒരു കൊച്ചുകുട്ടി. ആ കൊച്ചുകുട്ടി എന്തായിരിക്കും ശരിക്കും ചെയ്യുന്നത്? വീട്ടിൽ അമ്മ അടുക്കള നിൽക്കുമ്പോൾ അമ്മയെ പോയി വലിക്കും, സാധനങ്ങൾ താഴെയിടും, ഒന്നും ഓർഗനൈസ്ഡ് ആക്കി വെക്കില്ല, എല്ലാത്തിലും പ്രശ്നം ഉണ്ടാക്കും, ഭയങ്കര കരച്ചിൽ ബഹളം ഒക്കെ ഉണ്ടാവും, അല്ലേ? തീർച്ചയായിട്ടും ഉണ്ടാവില്ലേ? ആ കുഞ്ഞ് ഉറങ്ങുമ്പോഴായിരിക്കും ബാക്കിയുള്ളവർക്ക് അയ്യോ എന്ന് പറഞ്ഞ് റെസ്റ്റ് എടുക്കുന്നത്, അല്ലേ? അതുപോലെ ഒരാള് നമ്മുടെ ഉള്ളിലുണ്ട്. കുട്ടിക്കാലത്ത്
പലപ്പോഴും മുറിവുകളേറ്റ, നടന്നു തുടങ്ങിയപ്പോൾ വീണുപോയ, പലരുടെയും കുറ്റപ്പെടുത്തലുകളും പരിഹാസവും ഒക്കെ കേട്ട് സങ്കടപ്പെട്ടു പോയ, ശ്രദ്ധ കിട്ടാതിരുന്ന ഒരു ഇന്നർ ചൈൽഡ് ഉണ്ട് നമ്മുടെ ഉള്ളിൽ. സാറ് മുമ്പ് പറഞ്ഞിട്ട് പോയതുപോലെ ഒരു ബുക്ക് ഇപ്പൊ ഒരു ഭയങ്കര സൂപ്പർ ഹിറ്റ് ആയിട്ടുള്ള ഒരു ബുക്കാണ് ഏറ്റവും പ്രിയപ്പെട്ട എന്നോട്. ആ ബുക്ക് വായിച്ചിട്ടുണ്ടോ ആരെങ്കിലും? നമ്മുടെ ഒരു ലിസ്റ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട 10 പേരുടെ പേര് എഴുതാൻ, നമ്മുടെ ലൈഫിൽ പ്രധാനപ്പെട്ട 10 പേരുടെ പേര് എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ 10 എണ്ണത്തിൽ നമ്മുടെ പേരുണ്ടാവില്ല. നമ്മൾ ഏറ്റവും ഹു ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് പേഴ്സൺ ഇൻ ലൈഫ് എന്ന് വെച്ചാൽ നമ്മൾ ആദ്യം അമ്മ, അച്ഛൻ, ഭർത്താവ്, കൊച്ച്, അമ്മായിച്ചൻ, ബോസ്, കൊലീഗ്സ്, എന്റെ 10ാം ക്ലാസ്സിൽ എന്റെ അപ്പുറത്തിരുന്ന് പഠിച്ച കുട്ടി, ഇതൊക്കെയാണ് നമ്മുടെ 10 പേരുടെ ലിസ്റ്റ് എന്ന് പറയുന്നത് അല്ലെ. അവിടെ ഒന്നും ലോകത്തില് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ആ പ്രധാനപ്പെട്ട വ്യക്തി ഇല്ല. ആ പ്രധാനപ്പെട്ട വ്യക്തിയെ നമ്മൾ എവിടേക്കോ നമ്മുടെ ലൈഫിന്റെ ജേർണിയിൽ, ഇപ്പൊ നിങ്ങളൊരു 35, 40, 50 ഒക്കെ വയസ്സുള്ള ആൾക്കാരുണ്ട്. നിന്ന വിജയനോ എങ്ങനെയാണ് ആ മാഡത്തിന്റെ പേര്, ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. നിന്ന എന്നാണ് തോന്നുന്നു. ബ്യൂട്ടിഫുൾ ബുക്ക്. സെൽഫ് ലവിനെ പറ്റി ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു ബുക്ക് വേറെ ഒന്നും എനിക്കറിയില്ല. ഞാൻ വായിച്ചപ്പോൾ വെച്ച് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. നമുക്ക് സോൾ ടു സോൾ കണക്ഷൻ കിട്ടുന്ന ഒരു ബുക്കാണ്. ഓക്കെ, അപ്പോ നമുക്ക് നമ്മുടെ യാത്രയിൽ പലപ്പോഴായി നഷ്ടപ്പെട്ടു പോയ ആ യഥാർത്ഥ നമ്മളെ തിരിച്ചു പിടിക്കാനുള്ള ഒരു ഫസ്റ്റ് സ്റ്റെപ്പാണ്. എനിക്കറിയത്തില്ല ഇവിടെ ഇരിക്കുന്ന ഹാപ്പി സോൾസിനെ പറ്റി ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് ഐ ഡോണ്ട് നോ, ബട്ട് ഫ്രം എന്റെ സൈഡിൽ നിന്നും ഉള്ള ഒരു ചെറിയ സപ്പോർട്ടാണ് ഞാൻ തരാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഇറ്റ് വിൽ ബി എ ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ്. സോ നിങ്ങൾ എല്ലാവരും എവിടൊക്കെയോ നിങ്ങളുടെ ലൈഫിലെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്ങിന് മറന്നു പോയിട്ടാണ് വന്നിരിക്കുന്നത് അല്ലേ? സോ സീരിയസ്. വെർ ഈസ് യുവർ സ്മൈൽ ഓൾ ഓഫ് യു? പ്ലീസ് പുട്ട് എ ബ്യൂട്ടിഫുൾ സ്മൈൽ ഓൺ യുവർ ഫേസ്. എല്ലാവരും ഒന്ന് ചിരിച്ചേ, ഭയങ്കര സീരിയസ് ആയിട്ടിരിക്കാതെ ചിരിച്ച്. യെസ്, താങ്ക് യു സോ മച്ച് ഫോർ യുവർ ബ്യൂട്ടിഫുൾ സ്മൈൽ. ഓക്കെ, അപ്പോ നമ്മൾ ഇതിനെ ഈ ഒരു ഭയങ്കര സംഭവമായിട്ടൊന്നും ഈ സെഷനെ വിചാരിക്കേണ്ട. ഇതൊരു സിമ്പിൾ സ്റ്റെപ്പാണ് ടു മീറ്റ് ദാറ്റ് ബ്യൂട്ടിഫുൾ പേഴ്സൺ ഇൻ യുവർ ലൈഫ്. ഓക്കെ, അതിനുള്ള ഒരു തയ്യാറെടുപ്പാണ്, അതിനുള്ള ഒരു തുടക്കം മാത്രമാണ്. ഓക്കെ, ഇപ്പൊ നമ്മൾ പ്ലേ ചെയ്യാൻ പോകുന്ന ഒരു ഹീലിംഗ് മ്യൂസിക് ആൻഡ് സ്പെഷ്യലി ഡിസൈൻ മ്യൂസിക്, റിലീജിയസ് ആയിട്ടുള്ള ഒരു മ്യൂസിക് ആയിട്ടൊന്നും വിചാരിക്കരുത്. ജസ്റ്റ് അതിനെ ലിസൺ ചെയ്യുക, കംപ്ലീറ്റ് ആയിട്ട് സറണ്ടർ ചെയ്യുക. ഗോഡ് വിൽ ഹെൽപ്പ് യു. ഓക്കെ, ആർ യു റെഡി ടു എക്സ്പീരിയൻസ് ദാറ്റ് എക്സ്പീരിയൻസ്? യെസ്. ഓക്കെ, അപ്പൊ എൻഡ് ഓഫ് ദിസ് സെഷന് അവസാനം നിങ്ങൾക്ക് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫീലിംഗ് ഉണ്ടാവും. ചിലപ്പോൾ നിങ്ങൾ നേരത്തെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള സംഭവം, ചിലപ്പോൾ ഫസ്റ്റ് ടൈം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുന്നതാകാം. എന്തായാലും അതിനെ ഇമോഷൻ ചെയ്യാൻ, അതിനെ എക്സ്പീരിയൻസ് ചെയ്യാൻ നിങ്ങളെ എല്ലാവരും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഓക്കെ, താങ്ക് യു. ഇപ്പൊ ഞാൻ എന്റെ മ്യൂസിക് ഒന്ന് പ്ലേ ചെയ്യാം. നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുമോ എന്ന് പറയണം.
I am sorry. Please forgive me. Thank you. I love you. Yes. Thank you so much. I am sorry. Please forgive me. Thank you. I love you. Yes. How do you feel? നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എന്നറിയാൻ എനിക്ക് ആഗ്രഹമുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെയും പാർട്ടിസിപ്പേഷന് ഒത്തിരി നന്ദിയും സ്നേഹവും. You can share your experience. Thank you so much. Thank you, ma'am. Thank you. Thank you. Thank you. It was a very beautiful experience. Actually, we have cleaned ourselves, I feel. Thank you, ma'am. Thank you. Thank you. എനിക്ക് ഇനീഷ്യലി അത് തുടങ്ങിയ സമയത്ത് എനിക്ക് മുഖമെല്ലാം ഇങ്ങനെ ഭയങ്കര ഹീറ്റ് പോലെ ഫീൽ ചെയ്തിട്ടുണ്ടായി ഇനീഷ്യലി. പിന്നെ അതിന്റെ കുറച്ച് ഇങ്ങനെ പോയി കഴിഞ്ഞപ്പം ഫാദർ മദർ അങ്ങനെ ആ ഒരു ഇത് കഴിഞ്ഞപ്പം എന്റെ റൈറ്റ് ലെഗിന്റെ 2 ഫിംഗേഴ്സ് ഇങ്ങനെ പുൾ ചെയ്യുന്നത് പോലുള്ള ഒരു ഫീലിംഗ് എനിക്കുണ്ടായിരുന്നു. ബട്ട് ആഫ്റ്റർ ദാറ്റ് അതിങ്ങനെ ഭയങ്കര നല്ലൊരു പ്രോസസ് ആയിരുന്നു. ഇറ്റ് വാസ് എന്താ പറയാ അമേസിങ്. ആൻഡ് എന്താ പറയാ യു ഫീൽ സോ ലൈറ്റ് അറ്റ് ഹാർട്ട്. ദാറ്റ്സ് ദ മെയിൻ തിങ്. ആൻഡ് ഇറ്റ് വാസ് അമേസിങ്. യു ആർ വണ്ടർഫുൾ. Thank you very much. Thank you, ma'am. Thank you. Thank you so much. Thank you. അൺമ്യൂട്ട് ചെയ്ത് പറയുള്ളൂ. മനോജ് സാർ, രഞ്ജിനി പറഞ്ഞോളൂ. അൺമ്യൂട്ട് ചെയ്യും. രഞ്ജിനി അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല. അൺമ്യൂട്ട് ചെയ്ത്. അൺമ്യൂട്ട് ആവുന്നില്ല. ആർക്കും അൺമ്യൂട്ട് ആവുന്നില്ല. റോയ് സാർ. ആവുന്നുണ്ട് സാർ. കഴിഞ്ഞകാല സംഭവങ്ങളെയൊക്കെ ശ്രദ്ധിക്കാനുള്ള ഒരു അവസരം കിട്ടി. ഒത്തിരി നല്ല ഓർമ്മകൾ ഉണ്ട്. Thank you, sir. Thank you. സജിലേഷ്. Thank you. Thank you. Can you hear me? യെസ് യെസ്. Okay. സാബു സാറിനോട് ആദ്യമേ തന്നെ നന്ദി പറയുന്നു. സജിത മാം, വണ്ടർഫുൾ സെഷൻ. മാമിന്റെ വോയിസ് അത്ര സൂത്തനിങ് ആയിട്ട് നമ്മുടെ ഉള്ളിലേക്ക് കടന്ന് അവിടെ അങ്ങനെ നമ്മളെ അതിലങ്ങ് നിർത്താനായിട്ട് അത്ര ബ്ലസ്ഡ് വോയിസ്. താങ്ക് യു സോ മച്ച് മാം. Thank you, ma'am. Thank you. Thank you so much. പുരുഷോത്തമ സാർ പറയും. മാം, വളരെ മനോഹരമായിരുന്നു. കുറച്ചു നേരത്തെങ്കിലും നമ്മൾ ലൈറ്റ് ഹാർട്ടഡ് ആയി വളരെ റിലീഫായി റിലാക്സ്ഡ് ആയിട്ട് മാറാനായിട്ട് കഴിയും. താങ്ക് യു സോ മച്ച്. Thank you so much. ഓക്കെ, then ഷെർലി മാം. വളരെ റിലാക്സേഷൻ ഫീൽ ചെയ്ത് നല്ല ഒരു ടെൻഷൻ ഫ്രീ ആയിട്ട് കുറച്ച് സമയം നമുക്ക് ഇരിക്കാൻ പറ്റി. അത് എല്ലാം നല്ലതായിരുന്നു. താങ്ക് യു മാം. Thank you, ma'am. Thank you so much. മനോജ് സാർ. യെസ് സർ, താങ്ക് യു മാഡം. വളരെ റിലാക്സ്ഡ് ആയിട്ട് തോന്നി, ലൈറ്റ് ഹാർട്ടഡ് ആയിട്ട് തോന്നി. താങ്ക് യു വെരി മച്ച്. Thank you, sir. Thank you. Thank you so much. ഓക്കെ, വേറെ ആർക്കെങ്കിലും? anybody else? യെസ്, അനുവിന്ദ. വളരെ മനോഹരമായിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു മാം. സ്പെഷ്യൽ താങ്ക്സ് പറയാണ് സാറിനും മാഡത്തിനും. പറഞ്ഞ പോലെ മാഡത്തിന്റെ വോയിസ് വളരെ നമ്മളെ ഹൃദയത്തിലേക്ക് ഇറങ്ങി ചെല്ലുന്ന ടൈപ്പ് വോയിസ് ആയിരുന്നു. നമുക്ക് വളരെ റിലാക്സിങ് ആയിട്ട് ഫീൽ ചെയ്തു. അപ്പൊ മാഡം പറഞ്ഞപ്പോ നമ്മുടെ മുഖം ഓർത്തെടുക്കാൻ പറ്റുന്ന ചോദിച്ചപ്പോ ഓർത്തെടുക്കാൻ പറ്റുന്നില്ല. അപ്പൊ നമ്മൾ അത്രയും ഡിസ്കണക്റ്റഡ് ആണെന്നുള്ളൊരു തിരിച്ചറിവ് വന്നു എന്നുള്ളതാണ്. അപ്പൊ ഏറ്റവും കൂടുതൽ നെഗ്ലക്ട് ചെയ്ത ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ ഞാൻ ആരെയായിരിക്കും നെഗ്ലക്ട് ചെയ്തിട്ടുണ്ടാവാന്ന് ഇങ്ങനെ ആലോചിക്കുക. അപ്പൊ നമ്മളെ തന്നെയാണെന്ന് പിന്നെയാണ് മാഡം പറയുന്നത്. അപ്പൊ സത്യമാണ്, ഏറ്റവും നമ്മളെ നെഗ്ലക്ട് ചെയ്യുന്നത് നമ്മളെ തന്നെ ആയിരിക്കും. വളരെ മനോഹരമായ എക്സ്പീരിയൻസ് ആയിരുന്നു. മാഡത്തിന് ഒരുപാട് താങ്ക്സ്. Thank you, ma'am. Thank you. ശോഭന മാം.
താങ്ക് യു സർ. ഇത്ര മനോഹരമായ ഒരു സെഷൻ ഞങ്ങൾക്ക് കാഴ്ചവെച്ച സാറിന് ഒത്തിരി നന്ദി. അതുപോലെ എന്താ ഒരു നല്ല മനസ്സിലെ കുറെ ഭാരങ്ങൾ അങ്ങോട്ട് ഇറക്കി വെച്ചിട്ട് ഒരു സുഖം വന്ന പോലെ തോന്നുന്നു. അപ്പൊ എനിക്ക് പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ള ഒരു കാര്യം, എനിക്ക് പിന്നെ മാമെന്ന് വിളിക്കേണ്ട വേണം, മോളുടെ പ്രായമുള്ളൂ. ഈ മോളെ കണ്ടപ്പോ എനിക്ക് എന്റെ മരുമോളെ തന്നെ ഓർമ്മ വന്നു. ഞാൻ വേണം ഫോട്ടോ അയച്ചത്, ഇതുപോലെ ഇരിക്കും കേട്ടോ. ഒത്തിരി സന്തോഷം. ദിവ്യ എന്നാണ് മോളുടെ പേര്. അപ്പൊ വളരെ സന്തോഷം. നല്ല ഇത്രയും ചെറുപ്പത്തിലെ ഇത്രയും നല്ല കാര്യങ്ങൾ ഞങ്ങളെ പോലെയുള്ള പ്രായമുള്ളവർക്കൊക്കെ തരാൻ സാധിച്ചല്ലോ എന്നുള്ള ആ ഒരു ഭാഗ്യം, അതിനെയും മുന്നോട്ട് പോകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി. ഓക്കെ, താങ്ക് യു മാം. താങ്ക് യു. താങ്ക് യു. നമ്മള് പഴയ എല്ലാ പ്രായത്തിനെ പിന്നെ മനസ്സിന്റെ വളരെ ഫ്രീഡം കിട്ടുന്ന രീതിയിലുള്ള മെഡിറ്റേഷൻ ക്ലാസ് ആയിരുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു. ഓക്കെ, ഞങ്ങളുടെ കൂട്ടുകാർക്ക് ഇത് വീണ്ടും കേൾക്കാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് കൂടെ പറയും. ഓക്കെ. നമ്മള് ഡെയിലി ഇത് ഹോപ്പോനോപോനോ എന്ന് പറയുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഹീലിംഗ് ടൂളാണ് നമ്മളിപ്പോൾ നിങ്ങളടുത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ നമ്മൾ സ്പെഷ്യലി ഹോപ്പോനോപോനോ ഹീലിംഗിന്റെ നമുക്ക് മൺഡേ ടു ഫ്രൈഡേ നമുക്ക് 7 to 8 നമുക്ക് സെഷൻസ് നടക്കുന്നുണ്ട്. ഹോപ്പോനോപോനോ ഹീലിംഗിൽ ഹെൽത്തിലും റിലേഷൻഷിപ്പിലും കരിയറിലും ഫിനാൻസിലും ഒക്കെ നമുക്കുള്ള ഇമോഷണൽ ബ്ലോക്കേജസിനെ മാറ്റി നമ്മുടെ ലൈഫിനെ നമുക്ക് സുഖമായിട്ട് ജീവിക്കാൻ പറ്റും. വളരെ എഫേർട്ട്ലെസ് ആയിട്ട് ഹോപ്പോനോപോനോ എന്ന് പറയുന്ന ഒരു ടൂള് ഒരു ഓൾ ഇൻ വൺ മെഡിസിൻ ആണ്. അതായത് എല്ലാത്തിനും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന, നമ്മളെ ഒത്തിരി ലൈഫിൽ സഹായിക്കുന്ന ഒരു ബ്യൂട്ടിഫുൾ ഹീലിംഗ് ആണ് ഹോപ്പോനോപോനോ. അപ്പോൾ നമ്മളോടൊപ്പം ചേരാം, സ്വസ്തിയോടൊപ്പം അതിന് ഞങ്ങൾ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. അപ്പൊ ഇൻട്രസ്റ്റ് ആയിട്ടുള്ളവര് നമ്മുടെ യൂട്യൂബിന്റെ ലിങ്ക് ഞാനിവിടെ പേസ്റ്റ് ചെയ്തേക്കാം. നമ്മുടെ കോൺടാക്ട് നമ്പറും. ഈവനിംഗിലാണോ മോർണിംഗ് 7 to 8 ആണോ? ഈവനിങ് 7 to 8. ഈവനിംഗ് 7 to 8 നമ്മുടെ സെയിം ടൈം. പിന്നെ റെക്കോർഡിങ്സ് അവൈലബിൾ ആയിരിക്കും ലൈവായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തവർക്ക്. ഓക്കെ, നമ്മുടെ സ്വസ്തിയുടെ പിന്നെ നമ്മൾ ഹോപ്പോനോപോനോയിൽ തന്നെ VIP ഹീലിംഗ് ചെയ്യുന്നുണ്ട്. ഗ്രൂപ്പ് ഹീലിംഗ് അല്ലാതെ പേഴ്സണലൈസ്ഡ് സെഷൻസ് നമ്മൾ എടുക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ സ്വസ്തിയുടെ നമ്പർ 8505080407. അപ്പൊ എന്തെങ്കിലും ക്വറീസോ എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കാനോ പിന്നെ നമ്മുടെ സെഷനിലേക്ക് ജോയിൻ ചെയ്യാനായിട്ടുള്ള ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പൊ ഒത്തിരി എന്താണ് നല്ല സന്തോഷത്തോടെ നിങ്ങളുടെ ലൈഫ് മുന്നോട്ട് പോകാനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. ഇപ്പൊ കിട്ടിയ ഒരു ഫീലോട് കൂടി നിങ്ങളുടെ ലൈഫിനെ എല്ലാ ദിവസവും കൊണ്ടുപോകുക എന്ന് പറയുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും. ഓക്കെ, അപ്പം നമ്മളൊക്കെ അനുഭവിക്കുന്ന സന്തോഷവും സമാധാനവും നിങ്ങളിലേക്കും വ്യാപിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഇതല്ലാതെ ഈ പ്രോഗ്രാം ഇതല്ലാതെ വേറെ എന്തൊക്കെ ചെയ്യുന്നത്? നമ്മൾ രാവിലെ 6 o'clock നമുക്ക് ചക്ര മെഡിറ്റേഷൻ ഉണ്ട്, ചക്ര ബാലൻസിങ്ങിന്റെ മെഡിറ്റേഷൻ. പിന്നെ നമുക്ക് പിന്നെ വൈകുന്നേരം നമ്മുടെ ഒരു മെഡിറ്റേഷൻ സെഷൻ ഉണ്ട് 9 o'clock BHS ഡെയിലി എന്നാണ്, BA ഹാപ്പി സോൾ എന്നാണ് BHSന്റെ പേര്. 9 to 9:30 നമ്മുടെ മെഡിറ്റേഷൻ സെഷൻ ഉണ്ട്. പിന്നെ ഒരു ഹാപ്പി മില്ലിയണയർ എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ഉണ്ട് നമ്മുടെ മണി റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഉള്ളവർക്ക് മണി ഫ്രീക്വൻസി ഒക്കെ അപ്ഗ്രേഡ് ചെയ്തുകൊണ്ട് അവരുടെ ലൈഫിനെ അബൻഡൻസ് ക്രിയേറ്റ് ചെയ്യും, ഇൻ വെൽത്തിൽ അബൻഡൻസ് ക്രിയേറ്റ് ചെയ്യാൻ ഹാപ്പി മില്ലിയണയർ എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ഉണ്ട്. പിന്നെ നമ്മൾ 1-to-1 പേഴ്സണലൈസ്ഡ് കോച്ചിങ് സെഷൻസ് കൊടുക്കാറുണ്ട്. ആലപ്പുഴ ഓൺലൈനായിട്ടാണ് ചെയ്യുന്നത്, സൂമിൽ കൂടെയാണ് ചെയ്യുന്നത്. ഈ സൂം ഇതില് ലിങ്ക് കിട്ടാൻ നമ്മൾ എന്താ ചെയ്യണ്ടേ? നമ്മുടെ ഈ നമ്പറിലെ മാം, ഈ നമ്പറിലേക്ക് വിളിച്ചാൽ മതി, മെസ്സേജ് അയച്ചാൽ മതി. 8505 ചാറ്റ് ബോക്സിൽ നമ്പർ ഇട്ടിട്ടുണ്ട്. ചാറ്റ് ബോക്സിൽ നമ്പർ ഇട്ടിട്ടുണ്ട്. 8505080407. ഓക്കെ, വേറെ എന്തെങ്കിലും നമുക്ക് ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. എനിത്തിങ്. കാരണം ഇത് നമ്മളെ തിരിച്ചറിയാനുള്ള ഏറ്റവും എളുപ്പമുള്ള ഒരു വഴിയാണ്. കാരണം നമ്മുടെ ഇന്നർ സൈഡിലേക്ക് ഇതിനകത്തെല്ലാം ഉണ്ടല്ലോ. ഈ ഒരു 4 വാക്കുകളിലൂടെ നമ്മളുടെ അകം കൃത്യമായിട്ട് പരിശോധിക്കാനും അതിന്റെ അകത്തുള്ള ഇന്ററപ്ഷൻസിനെയൊക്കെ മാറ്റി വളരെ സ്ട്രീം ലൈൻ ആയിട്ടുള്ള ഫ്ലോ കിട്ടാനൊക്കെ നമ്മളെ സഹായിക്കുന്ന ഏറ്റവും മനോഹരമായ ഹോപ്പോനോപോനോ എന്ന് പറയുന്ന ഒരു സെൽഫ് മെഡിറ്റേഷൻ ടൂളാണ്.
അപ്പൊ അതിന്റെ പവർ നമുക്കറിയാം. ഈ 4 വാക്കുകൾ നമ്മൾ നമ്മുടെ വാഗുകൊണ്ട് ഉച്ചരിക്കുമ്പോൾ, നമ്മുടെ മുഖത്ത് നിന്ന് വരുമ്പോൾ അതിനകത്ത് കിട്ടുന്ന പവർ എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അസാധ്യമാണ്. പക്ഷെ അത് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാറില്ല എന്നുള്ളതാണ് സത്യം, അല്ലെ? ഇപ്പൊ വിദേശത്തൊക്കെ പോയി UK പോകുന്ന ആളുകൾ എപ്പോഴും പറയും താങ്ക് യു എന്ന്. നമ്മളത് കേൾക്കുമ്പോൾ നാണം വരും. ഇങ്ങനെയൊക്കെ താങ്ക് യു പറയാൻ പറ്റുമോ? അപ്പൊ അത്രമാത്രം വ്യത്യസ്തമായി നമുക്ക് ഈ പ്രോസസ്. ഇത് ഒരു ലേഡിയാണ്, അല്ലെ? ഏകദേശം 100 വർഷങ്ങൾക്ക് മുമ്പാണ് ഈ ഹോപ്പൻ പ്രെയർ കൃത്യമായിട്ട് ഇതുപോലെ നിർവചിച്ചു തന്നത്. എത്ര മനോഹരമായിട്ട് ഇതിപ്പോൾ ഉപയോഗപ്പെടും. ഈ സ്വാസ്തി കപ്പിൾ എന്ന് പറയുന്നത് എന്താണ്? സ്വസ്തി എന്നാണ് ശരിക്കും നമ്മൾ സ്വസ്തി എന്നാണ് നമ്മളുടെ, അതായത് ബ്ലെസ്സിങ്സ്, നമ്മളെ സന്തോഷത്തോടെ ഇരിക്കട്ടെ എന്നുള്ളൊരു മീനിങ്ങിലാണ് സ്വസ്തി എന്ന് പറഞ്ഞൊരു പേര് വന്നത്. പിന്നെ നമ്മൾ ഹസ്ബൻഡും വൈഫും ആയതുകൊണ്ട്, ഞങ്ങൾ ഒരുമിച്ച് ഒരു പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്നതുകൊണ്ടാണ് സ്വസ്തി കപ്പിൾ എന്നുള്ളൊരു പേര് സെലക്ട് ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ അതിന് റീബ്രാൻഡ് ചെയ്തിട്ട് സ്വസ്തി ലൈഫ് ട്രാൻസ്ഫോർമേഷൻ ഹബ്ബ് എന്നാക്കിയിട്ടുണ്ട്. അപ്പം അതായത് നമ്മൾ മാത്രമല്ല, നിങ്ങൾ എല്ലാവരും കൂടെ ചേർന്നിട്ടുള്ള ഒരു ഫാമിലിയാണ് ലൈഫിനെ ട്രാൻസ്ഫോം ചെയ്യാൻ. അതെ, ലൈഫിനെ ട്രാൻസ്ഫോം ചെയ്യാൻ. അവിടെ സന്തോഷമുണ്ട്, ഫണ്ണുണ്ട്, ഒരുമിച്ച് കൂടലുണ്ട്. അതെ, നമ്മുടെ ചാറ്റ് ബോക്സിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിന്റെ യൂട്യൂബിന്റെ ലിങ്ക് ഷെയർ ചെയ്തിട്ടുണ്ട് സർ. അപ്പൊ അതിൽ നിങ്ങൾക്ക് കുറെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ വീഡിയോസ് ഒക്കെ അവൈലബിൾ ആണ്. ആലപ്പുഴ എവിടെയാ സർ? ആലപ്പുഴ ഹരിപ്പാടാണ് സർ. ഹരിപ്പാട്. ഇത് റേക്കി റിലേഷൻ ഉണ്ടോ? റേക്കി ഇല്ല മാം, റേക്കി ഇല്ല. ഹരിപ്പാട് എവിടെ വരും? ഹരിപ്പാട് ഇതിന്റെ വീട് ഹരിപ്പാട് അടുത്താണ്. ഹരിപ്പാട് എവിടെയാണ്? ഹരിപ്പാട് എരിക്കാവിലാണ്. ക്ലിനിക്കായിട്ട് പോലെ ഉണ്ടോ അതോ വീട്ടിൽ തന്നെയാണോ? നമ്മുടെ വീടിന്റെ മുകളിലാണ് നമ്മുടെ ഓഫീസ്. പിന്നെ നമ്മള് സെഷൻസ് ഒക്കെ എടുക്കാനായിട്ട് ഇൻവൈറ്റ് ചെയ്യുന്നിടത്ത് പോകാറുണ്ട്. ഓക്കെ, വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടോ? എനിത്തിങ് എൽസ്? നമ്മുടെ പേഴ്സണൽ ലൈഫിലേക്ക് ഒന്ന് തിരിഞ്ഞിട്ട് നമുക്കൊന്നും കൂടെ ഒന്ന് കറക്റ്റ് ചെയ്യണമെന്ന് വരുന്ന എല്ലാ ഭാഗങ്ങൾക്കും ഒരു സിംഗിൾ സൊല്യൂഷൻ. അല്ല, ഇതിനകത്ത് ഈവൻ ഒരു വലിയ തെറാപ്പി കോൺസെപ്റ്റുകളൊന്നുമില്ല. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രൊസീജിയറാണ്. പക്ഷെ അത് നമ്മൾ ചെയ്യണം. ഇത് 110 ടൈംസ് ഒക്കെ നമ്മളത് റിപ്പീറ്റ് ചെയ്യുമ്പോഴാണ് അതിന്റെ യഥാർത്ഥത്തിലുള്ള പവർ. പക്ഷെ അത്രമാത്രമുള്ള ക്ഷമ നമുക്കുണ്ടായിരിക്കണം എന്നുള്ള ഒരു പ്രയർ റിക്വയർമെന്റ് ആയിട്ട് നമുക്ക് തരുന്നത്. അതുകൊണ്ടാണ് സാർ നമ്മൾ സെഷൻ എടുത്തിട്ട് കൂടെ തന്നെ പ്രാക്ടീസ് ചെയ്ത് അക്കൗണ്ടബിലിറ്റി ആയിട്ട് നമ്മുടെ ഗ്രൂപ്പിൽ അവരെല്ലാ ദിവസവും മോർണിംഗ് ഈവനിങ്ങും ഒക്കെ എന്തൊക്കെയാണ് ചെയ്യുന്നത് അപ്ഡേറ്റ് ചെയ്ത് അങ്ങനെ ഒരു സിസ്റ്റമായിട്ടാണ് നമ്മൾ പോകുന്നത്. പിന്നെ ഇതിനോടൊപ്പം തന്നെ നമ്മുടെ സെൽഫ് ഹീലിംഗും മറ്റ് റിലേഷൻഷിപ്പിലും ഹെൽത്തിലും ഒക്കെ കൊടുക്കുന്ന പോലെ സെൽഫ് ലവ് പ്രോഗ്രാമും നമ്മൾ ഇതിനോടൊപ്പം ആഡ് ചെയ്തിട്ടുണ്ട് ഹോപ്പനോടൊപ്പം. പെയ്ഡ് ആയിട്ടുള്ള പ്രോഗ്രാംസ് ആണോ അതോ ഫ്രീ പ്രോഗ്രാംസ് ആണോ? ഇത് 1 മന്തിലേക്കാണ് നമ്മൾ ഇൻവൈറ്റ് ചെയ്യുന്നത്. പെയ്ഡ് പ്രോഗ്രാം ആണ്. 7 to 8 എന്ന് പറയുന്നത് അല്ലേ? 7 to 8 പെയ്ഡ് പ്രോഗ്രാം ആണ്. അപ്പൊ നമുക്ക് പലതരത്തിലുള്ള ഇമോഷണൽ ഹീലിംഗ്, ഹെൽത്ത്, റിലേഷൻഷിപ്പ്, കരിയർ, മണി ബ്ലോക്ക്, കുറെ നമ്മുടെ സെഷനിലേക്ക് വരുന്നത് കുറെ പേർക്ക് മണി ഇഷ്യൂസ് ആണ് കൂടുതലായിട്ടും ഉള്ളത്. അപ്പൊ അതൊക്കെ ഹീൽ ചെയ്ത് നമ്മള് കുറെ പേർക്ക് നല്ല ചേഞ്ചസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ പ്രശ്നങ്ങളെല്ലാം നമ്മുടെ അകത്ത് തന്നെയാണ് കിടക്കുന്നത്. അതിനെ പുറത്തിറക്കുക എന്നുള്ളതാണ് ക്ലെൻസിങ് ആൻഡ് ക്ലിയറിങ്. അതാണ് നടക്കുന്നത്. നമ്മൾ കുറെ 4 മന്ത്രം. ഇപ്പൊ 5ാമത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് കൂടെ ഉണ്ട്. 5th സ്റ്റേറ്റ്മെന്റ് ഓഫ് ഹോപ്പനോപ്പനോയായിട്ടുണ്ട്. ഓക്കെ, വേറെ എന്തെങ്കിലും സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാം കേട്ടോ. തീർച്ചയായിട്ടും നമുക്ക് നമ്മളെ തന്നെ ആദ്യം റെക്ടിഫൈ ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ പ്രോസസ്സ്. ആദ്യത്തെ സ്റ്റെപ്പ് അതാണ്. കാരണം നമുക്കാണ് ഇമ്പ്യൂരിറ്റീസിന്റെ ഒരു കവറിങ് എപ്പോഴും കിടക്കുന്നത്. അതിനെ ഒന്ന് റിലീസ് ചെയ്ത് എല്ലാവരെയും നമുക്ക് മനോഹരമായ കണ്ണുകളോടെ, അല്ലെ, നല്ല ശബ്ദങ്ങളോടെ കാണാൻ സാധിക്കുമെന്നുള്ളതാണ് ഇതിന്റെ വലിയ പ്രത്യേകത. അകം ശാന്തമാകുമ്പോൾ പുറവും ശാന്തമാകും എന്നുള്ളതാണ് ഹോപ്പനോപ്പനോട് ഒരു എക്സ്പീരിയൻസ് നമ്മളെ പഠിപ്പിക്കുന്നത്. എല്ലാത്തിന്റെയും ബേസിക് റൂട്ട് നമ്മൾ തന്നെയാണ് എന്നുള്ള സംഭവമാണ്. വേറെ സംശയങ്ങളൊന്നും ഇല്ലാന്ന് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു മാഡം.
താങ്ക് യു സർ, താങ്ക് യു, താങ്ക് യു സോ മച്ച്. എൻ്റെ ഒരു പഴയ കാലത്തെ ഫോട്ടോയാണ്, ചിത്രമാണ് മനസ്സിൽ ഓർമ്മ വന്നത്. പിന്നെ ഓർമ്മ വരാനായിട്ട് ആദ്യം കണക്ട് ആവുന്നില്ലായിരുന്നു, പിന്നെ കുറെ നാൾ കൂടിയാണ് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് കിട്ടിയത്. നമ്മളുടെ ഫോട്ടോ, ഏറ്റവും നല്ല ഫോട്ടോ നമ്മളെ കാണാൻ, നമ്മൾ സുന്ദരനാണെന്ന് തോന്നുന്നത്, സുന്ദരിയാണെന്ന് തോന്നുന്ന ആ ഫോട്ടോ തന്നെ നമ്മൾ കീപ്പ് ചെയ്യാം. അതിനാണ് നമ്മൾ നമ്മുടെ വർക്ക് ചെയ്യേണ്ടത് എന്നാണ്. ഓക്കെ, ഇതുപോലെ എന്തെങ്കിലും പേഴ്സണൽ ടോപ്പിക് ചോദിക്കുകയാണെങ്കിൽ ചോദിക്കാം. എല്ലാവർക്കും അത് ഗുണകരമാണ്. തീർച്ചയായിട്ടും ഇപ്പോൾ ഉള്ള ഏറ്റവും വലിയൊരു പ്രശ്നം മണി ഓറിയന്റഡ് ആയിട്ടുള്ള, അല്ലെ, അബണ്ടൻസ് എന്ന് പറയുന്ന ഹാപ്പിനെസ്, ഇതൊക്കെ നമുക്ക് കൃത്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നില്ല. ഒരു 1% പ്രോബ്ലത്തിലാണ് നമ്മളെ ഹാപ്പിനെസ് എല്ലാം നഷ്ടപ്പെടുന്നത്. അപ്പൊ അതിനെ ഒന്ന് കറക്റ്റ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യുക, അതിനൊന്ന് റെക്ടിഫൈ ചെയ്യുക. നമ്മുടെ ഫോക്കസ് ഷിഫ്റ്റ് ചെയ്യുക. നമ്മളിങ്ങനെ കണ്ണിങ്ങനെ തുറന്ന് പുറത്തേക്ക് ഇരിക്കുന്നതുകൊണ്ട് നമ്മൾ മറ്റുള്ളവരെയാണ്, ഇവരാണ് കാരണം, അവരാണ് കാരണം, ഇവർ കാരണമാണ് അതിന് സമാധാനം ഇല്ലാത്തതെന്നുള്ള രീതിയിലേക്ക്. പക്ഷെ ഇത് അടച്ച് നമ്മൾ അകത്തേക്ക് നോക്കുമ്പോൾ നമുക്ക് യഥാർത്ഥ ആളെ മനസ്സിലാവും. ഞാൻ എപ്പോഴും ഉപയോഗിക്കുന്ന സംഭവമുണ്ട്, മാടമ്പള്ളിയിലെ യഥാർത്ഥ മനോരോഗ്യം നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ശ്രീദേവി അല്ല എന്നുള്ള സംഭവം. നമ്മുടെ ഇന്നർ സൈഡിലേക്കുള്ള പ്യൂരിറ്റിയെ കൂടുതൽ അടുത്തെത്തിക്കുക. ക്ലൻസിങ്, ക്ലൻസിങ്, ക്ലൻസിങ്. തോമസ് അച്ഛൻ കേൾക്കാവോ? തോമസ് അച്ഛൻ വന്നോളൂ. കേൾക്കാം സാർ. താങ്ക് യു സോ മച്ച്, താങ്ക് യു സോ മച്ച്. ഞാൻ തിരക്കിലായിരുന്നു, എന്നാലും കേൾക്കാമോ? ഇങ്ങനെ തിരക്കിൽ പോകരുത്, ഇടയ്ക്കിടയ്ക്ക് നമ്മളെ സ്വയമായിട്ടൊന്ന് കാണണമെന്നായി പറഞ്ഞു വന്നത്. അതുകൊണ്ടാ ഓപ്പോണോയ്ക്കകത്ത് കയറാൻ തോന്നി. പണ്ട് നമ്മളൊന്ന് ക്ലാസ്സിൽ കേട്ടതാ, പക്ഷേ സ്വസ്തി മാഡം അത് വളരെ ഭംഗിയായിട്ട് എടുത്തു. പ്രാക്ടിക്കലായിരുന്നു, മറ്റേ തിയറിറ്റിക്കലായിരുന്നു, ഇത് പ്രാക്ടിക്കലായിട്ട് ഫീൽ ചെയ്യും. പിന്നൊരു കാര്യം, ജീസസ് പറഞ്ഞ ഒരു വലിയ സത്യത്തിന്റെ പ്രാക്ടിക്കലായ ഒരു എക്സ്പീരിയൻസ് എല്ലാവർക്കും ഫീൽ ചെയ്യാൻ പറ്റും. സെയിന്റ് പോൾ പറയണത്, ദൈവം നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങൾ പരസ്പരം ക്ഷമിക്കണമെന്ന്. യേശു പറഞ്ഞു, നിന്റെ സഹോദരനോട് ഹൃദയപൂർവ്വം നീ ക്ഷമിക്കുന്നില്ലെങ്കിൽ നിന്റെ തെറ്റ് നിന്നോട് ക്ഷമിക്കപ്പെടത്തില്ല. പക്ഷെ അതൊരു ബ്രീഫായ അബ്സ്ട്രാക്റ്റ് ആയ ഒരു ആശയമാണെങ്കിൽ അതിനെ പ്രാക്ടിക്കലാക്കേണ്ടത് എങ്ങനെയാണെന്ന് വളരെ ഭംഗിയായി നമുക്ക് ഈ ഒരു സെഷനിലൂടെ മനസ്സിലാവും. അത് സെൽഫ് ഹീലിംഗിന് ഏറ്റവും ബെസ്റ്റായ ഒരു നല്ല വചനമായി യേശു പറഞ്ഞ്. അപ്പൊ തീർച്ചയായിട്ടും അത് എല്ലാവരും പ്രാക്ടീസ് ചെയ്തിരുന്നെങ്കിൽ ലോകത്തിൽ ഇങ്ങനെ തീവ്രവാദമോ കുടുംബങ്ങളിൽ കലഹമോ ആത്മഹത്യയോ കൊലപാതകമോ ഒന്നും ഉണ്ടാകത്തില്ലായിരുന്നു. വാസ്തവത്തിൽ ലോകം മുഴുവൻ പ്രചരിപ്പിക്കേണ്ട ഒരു കാലഘട്ടമായിരുന്നു. എന്തായാലും താങ്ക് യു സോ മച്ച് മാഡം. ദൈവം കൂടുതൽ അനുഗ്രഹിക്കട്ടെ. വേദി ഒരുക്കിയ സാബു സാറിന് നന്ദി. താങ്ക് യു, താങ്ക് യു. ഓക്കെ, നമുക്ക് സജിനി റെഡിയാണോ? സജിനി ഉണ്ടോ? അവൈലബിൾ ആണോ? സജിനി ഫ്രീ ആണോ? സജിനി ഒരു നന്ദി പറയൂ നമ്മുടെ സ്വാസ്തിക് കപ്പിളിന്. വളരെ വളരെ യാദൃശ്യമാണ് ഈ ക്ലാസ് ഇന്ന് നമുക്ക് ലഭിച്ച. അതിന് പ്രധാനപ്പെട്ട കാരണം സജിനി ഷൈനാണ്. പറയും. എല്ലാ ഹൃദയബന്ധുക്കൾക്കും സ്നേഹപൂർവ്വം എൻ്റെ നമസ്കാരം. ഒരുപാട് സന്തോഷമുണ്ട് ഇത്രയും പേര് ഒന്നിച്ച് ഇവിടെ ഇങ്ങനെ കാണാൻ കഴിഞ്ഞതിൽ. ഇപ്പം സാബു സാറിനെ സംബന്ധിച്ച് നമുക്കറിയാം, ഈ സെൽഫ് റിയലൈസേഷനിലേക്ക് നമ്മളെ ലീഡ് ചെയ്യാനായിട്ട് എന്തൊക്കെ സാധ്യതകൾ ലോകത്ത് അവൈലബിൾ ആണോ അതൊക്കെ സാറിങ്ങനെ ഓരോ മുത്തുമണികൾ പോലെ പിറക്കിക്കൊണ്ട് വന്ന് നമുക്കിങ്ങനെ ഒരു മാലയായിട്ട് കോർത്തു തരുന്ന ഈ ഒരു പ്രോസസ്സിലേക്ക് പിന്നെ ഏറ്റവും ബ്യൂട്ടിഫുള്ളി സ്വസ്തി മാം കടന്നു വന്നു. സജിത മാമിനെ എനിക്ക് ഒരു 3-4 മാസമായിട്ടാണ് ഇത്രയും പരിചയം. അത് പക്ഷെ പരിചയപ്പെട്ടത് അത്രയ്ക്ക് വാത്സല്യത്തോടെ, അത്രയ്ക്ക് ലവിങ് എനർജി തരാൻ കഴിയുന്ന ഒരു വ്യക്തിത്വമായിട്ട് ഹൃദയത്തിൽ ഇടം പിടിച്ച കിളിക്കുഞ്ഞെന്ന് പറയാം. അത്രയ്ക്ക് ആ ലവിങ് എനർജി പ്രസരിപ്പിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. അപ്പൊ ഒരുപാട് സന്തോഷം സബു സാറ് ഇങ്ങനെ ഒരു വേദിയിലേക്ക് മാമിനെ ഇൻവൈറ്റ് ചെയ്തു. നമുക്ക് എല്ലാവർക്കും ഇത്രയും നല്ല ഹേർട്ട് ടച്ചിങ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് തന്നു. ആദ്യമേ തന്നെ നമ്മുടെ സബു സാറിന് നമുക്ക് എല്ലാവർക്കും ഹൃദയത്തിൽ നിന്ന് ഒരു നന്ദി സമർപ്പിക്കാം. അതുപോലെ തന്നെ നമ്മുടെ സജിത മാമും വിഷ്ണു സാറും. എൻ്റെ ഇവരൊരു യൂട്യൂബ് വീഡിയോ ആണ് സത്യത്തില് സജിത മാമിലേക്ക് എന്നെ അട്രാക്ട് ചെയ്തത്. വിഷ്ണു സാറ് എൻ്റെ കൂടെ TPR കോച്ചിങ്ങിൽ ഉണ്ടായിരുന്നതാണ്.
അപ്പം ഇവര് രണ്ടുപേരും കൂടെ ഇത്രയും ബ്യൂട്ടിഫുള്ളി, അതായത് ലവ്, റെസ്പെക്ട് ആൻഡ് മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗ് എന്ന് പറയുന്ന കോർ വാല്യൂ ഇത്ര മനോഹരമായിട്ട് ലോകത്തിന് കൊടുക്കുന്നത് കണ്ടപ്പോൾ ഉള്ള ഒരു ആരാധനയോടെയാണ് ഞാൻ മാമിന്റെ ഹോപ്പനോപ്പനോ സെഷനിലേക്ക് കടന്നത്. അതെന്റെ ലൈഫിൽ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തു. കാരണം നമുക്ക് മറ്റുള്ളവരുടെ ചലഞ്ചസ് കണ്ടുപിടിക്കാനായിട്ട്, അവരുടെ എൻകോഡുകൾ കണ്ടുപിടിക്കാനായിട്ട് നമ്മളുടെ ശ്രദ്ധ അങ്ങോട്ടെത്തും. പക്ഷെ നമ്മുടെ ഉള്ളിലേക്ക് നമ്മളൊന്ന് നോക്കി കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ ആ ഒരു പേഷ്യൻസ് കിട്ടത്തില്ല. നമുക്ക് എപ്പോഴും നമ്മളുടെ ഒരു മിസ്റ്റേക്ക് നമ്മൾ കണ്ടുപിടിക്കുന്ന സമയത്ത് നമുക്ക് റെസിസ്റ്റൻസാണ്. നമ്മൾ അങ്ങനെയാണ് പ്രോഗ്രാംഡ് ആയിട്ടിരിക്കുന്നത്. അപ്പൊ ആ സത്യമൊക്കെ ഒരുപാട് ബ്യൂട്ടിഫുള്ളി കണക്ട് ചെയ്ത് തന്നത് മാമാണ്. മാമിന്റെ സെഷനിൽ ഞാൻ കഴിയുന്ന അത്ര പങ്കെടുക്കാറുണ്ട്. അപ്പൊ തന്നെ എൻ്റെ ഒരു ആഗ്രഹമാണ് ഇവര് രണ്ടുപേരും ലോകത്തിനൊരു മോഡൽ കപ്പിൾസ് ആയിട്ട് വളർന്നു വരണം എന്നുള്ളത്. അപ്പം അതില് മാമിന്റെയും സാറിന്റെയും ആ കമ്മിറ്റ്മെന്റിനെ അത്രയധികം റെസ്പെക്ട് ചെയ്തുകൊണ്ട് മാമിന് നന്ദി പറയുന്നു. രണ്ടുപേർക്കും ഇതേപോലെ ഞാൻ നന്ദി സമർപ്പിക്കുന്നു നമ്മുടെ എല്ലാവരുടെയും പേരില്. അതുപോലെ തന്നെ ഈ ഒരു ഈവനിങ്ങില് നമ്മള് എന്ത് കാര്യമാണെങ്കിലും ആ ഒരു നമ്മളുടെ ആ ഒരു കൂട്ടായ്മയിലാണ് എല്ലാത്തിൻ്റെയും ബ്യൂട്ടി നമുക്ക് ശരിക്കും എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയുന്നത്. അപ്പം ഇവിടെ ഇന്ന് പങ്കെടുത്ത എല്ലാ ഹൃദയ ബന്ധുക്കൾക്കും ഹൃദയത്തിൽ നിന്നും ഞാൻ നന്ദി സമർപ്പിക്കുന്നു. ലവ് യു ഓൾ, താങ്ക് യു ഓൾ, സ്റ്റേ ബ്ലെസ്ഡ് ആൻഡ് സ്റ്റേ പ്രൊട്ടക്റ്റഡ്. താങ്ക് യു സജിനി മാം. നാളെ നമുക്ക് സ്റ്റോറി തെറാപ്പിയാണ്. കഥയിലും കൊണ്ടൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഡെയിലി നമ്മൾ നടക്കുന്ന പ്രോഗ്രാമാണ്. നല്ല പുതിയൊരാളാണ് ഇന്നത്തെ സജിനി മാമിനെ പോലെ തന്നെ പുതിയൊരാളാണ് മിനി അത്തിക്കള, നമ്മുടെ AP തോമസ് സാറിന്റെ വൈഫാണ്. സോ ഓക്കെ, താങ്ക് യു. ഇന്നത്തെ ദിവസം കൂടുതൽ ശ്രദ്ധയോടെ നമ്മളിലേക്ക് കടന്നു പോകാൻ വലിയൊരു അവസരം നമുക്ക് ഉണ്ടാക്കി. ഇടയ്ക്കിടയ്ക്ക് നമുക്കിത് കിട്ടാറുണ്ട്, പക്ഷെ ഇത് സ്വല്പം കൂടെ അർത്ഥപൂർണമായി നമുക്ക് നമ്മളിലേക്ക് തിരിയാൻ ഒരു വലിയ സാധ്യത. അതുപോലെ തന്നെ നമുക്ക് കൂടുതൽ തിരിയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ള യൂട്യൂബ് ലിങ്കുകളും നമ്പറുകളും എല്ലാം നമുക്ക് കിട്ടിയിട്ടുണ്ട്. തീർച്ചയായിട്ടും അവസരങ്ങൾ ഉപയോഗിക്കുക. എല്ലാവരെയും ഒരുപോലെ ഒരേ കണ്ണോടുകൂടി നോക്കിക്കാണാൻ, പൂർണ്ണമായിട്ടും സന്തോഷത്തോടെ ചുറ്റുപാടുകളിലേക്ക് പ്രസരിപ്പിക്കാനൊക്കെയുള്ള ഒരു വലിയ അവസരം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്ന് ക്ലാസ് നടത്തിയ സ്വാസ്തി കപ്പിൾസിലെ രണ്ടുപേർക്കും ഒരിക്കൽ കൂടി നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ട് താങ്ക് യു ആൻഡ് ഗുഡ്. Thank you so much. Thank you. I'm sorry. Please forgive me. Thank you. I love you. Same to you. I love you too. Thank you.